കേരളത്തിൽ ആവശ്യമുള്ള പച്ചക്കറിയും ഏതാണ്ട് 30 ലക്ഷം ടണ്ണാണ് എല്ലാ വർഷവും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് പറയുക 10-ൽ താഴെയാണ്. ഫ്രൂട്ട്സ് വേണ്ടുന്നത് 40 ലക്ഷമാണ്. 40 ലക്ഷം മെട്രിക് ടണ്ണാണ്. ഇവിടെ 20-25 റേഞ്ച്. ഇതിനകത്ത് തന്നെ ബനാനയാണ് ബഹുഭൂരിപക്ഷം. രണ്ടിടത്തും ബനാന കാണിക്കും. മറ്റേ അവിടെയും കാണിക്കും ഇവിടെയും കാണിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. മുഴുവനും നമ്മൾ ആത്മനിർഭരതയും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള ഈ വിഷമടിച്ചതും മറ്റേന്നൊക്കെ പറയുന്നതാണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി ആക്സസ്. നമുക്ക് കൺട്രോൾ ഇല്ല, നമുക്ക് മേൽനോട്ടമില്ല, ഒന്നുമില്ല. യു ആർ എക്സ്പോസിങ് യുവർ സെൽഫ് ടു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഇതൊക്കെയാണ് നമ്മൾ എക്സ്പോസ് ആവുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ടൂറിസം മാത്രം ആയിട്ടല്ല ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാത്രമായിട്ടല്ല. ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആവശ്യമുണ്ട്. ഇവിടെ എന്താ പറയുക, ഇവിടെ ഇടുന്ന വളം മറ്റേതിനും വളമായിരിക്കും. നല്ലൊരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ടൂറിസവും നന്നാവും. അല്ലാതെ ടൂറിസം മാത്രമായിട്ട് അവിടെ സ്വിച്ച് ഇടുമ്പോഴേക്ക് നന്നാവുന്ന ഒരു സംഭവമൊന്നും ഇല്ല. ബട്ട് വി ഹാവ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. നമ്മൾ കേരളത്തിൻ്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യലിൻ്റെ 7 അയലത്ത് പോലും നമ്മൾ ചെയ്യുന്നില്ല.